മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനുമായി ബന്ധപ്പെട്ടുള്ള മാസപ്പടി കേസിൽ അന്വേഷണം സെക്രട്ടേറിയറ്റിലേക്കുമെന്ന റിപ്പോർട്ടുകളുമായി പ്രമുഖ മാധ്യമങ്ങൾ രംഗത്തെത്തിയിരിക്കുകയാണ്. കേന്ദ്ര സർക്കാർ ഖനനാനുമതി നിഷേധിച്ച CMRLന് അനുകൂലമായി കാര്യങ്ങൾ എങ്ങനെ എത്തി എന്ന ചോദ്യമടക്കം വരും ദിവസങ്ങളിൽ പരിശോധിക്കപ്പെടുമെന്നാണ് പ്രമുഖ മാധ്യമങ്ങളുടെ റിപ്പോർട്ട്. നേരത്തെ മാത്യു കുഴൽനാടനും ഷോൺ ജോർജും അടക്കമുള്ള നേതാക്കന്മാർ മുഖ്യമന്ത്രി CMRLനെ വഴിവിട്ട് സഹായിച്ചു എന്നതടക്കമുള്ള ആക്ഷേപങ്ങൾ ഉയർത്തിയിരുന്നു. ഇതിന് പ്രത്യുപകാരമായാണ് മകൾ വീണ വിജയന് മാസപ്പടി നൽകിയതെന്നടക്കമുള്ള ആരോപണങ്ങളാണ് പ്രതിപക്ഷവും നേതാക്കന്മാരും ഉന്നയിച്ചത്. ഇപ്പോൾ അന്വേഷണം സെക്രട്ടേറിയറ്റിലേക്കും എത്തുന്നു എന്നുള്ള റിപ്പോർട്ടുകളുമായാണ് പ്രമുഖ വലതുപക്ഷ മാധ്യമങ്ങൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഏതായാലും മുഖ്യമന്ത്രിയെയും പാർട്ടിയും വിട്ടിലാക്കിയിരിക്കുകയാണ് മാസപ്പടി വിവാദം. അന്വേഷണം തുടരുമ്പോൾ ഉത്തരമില്ലാത്ത ഒരുപാട് ചോദ്യങ്ങൾക്ക് വരും ദിവസങ്ങളിൽ ആരൊക്കെ ഉത്തരം പറയേണ്ടി വരും? മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ ഉൾപ്പെട്ട മാസപ്പടി വിവാദം പുകയുക തന്നെയാണ്. മാസപ്പടി സംബന്ധിച്ച SFIO അന്വേഷണത്തെ ചോദ്യം ചെയ്തുള്ള കേസിൽ എക്സാലോജിക്കിന് കർണാടക ഹൈക്കോടതിയിൽ നിന്നും കനത്ത തിരിച്ചടി നേരിട്ടതിന് പിന്നാലെ വീണ വിജയൻ ചെന്നൈ SFIO ഓഫീസിൽ ഹാജരായി എന്നതടക്കമുള്ള റിപ്പോർട്ടുകളുമായി പ്രമുഖ മാധ്യമങ്ങൾ രംഗത്ത് വന്നിരുന്നു. മാസപ്പടി വിവാദത്തിൽ CMRL ഓഫീസിൽ SFIOയുടെ റെയ്ഡ് ഉണ്ടായിരുന്നു. മാസപ്പടി വിവാദം CMRL മുഖ്യമന്ത്രിക്ക് നൽകിയ നിവേദനം പുറത്തുവിട്ട് മാത്യു കുഴൽനാടനും മുഖ്യമന്ത്രിയോട് 5 ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് VD സതീശനും കൂടുതൽ തെളിവുകൾ പുറത്തുവിടുമെന്ന് പറഞ്ഞുകൊണ്ട് ഷോൺ ജോർജും ഇടയ്ക്കിടയ്ക്ക് രംഗത്ത് വരുന്നുണ്ട്. ഇതിനിടെ മാസപ്പടി വിവാദത്തിൽ വീണയെയും എക്സാലോജിക്കിനെയും വെള്ളപൂശി CPMന്റെ നിലപാടുകൾ വന്നെങ്കിലും പരസ്യമായി വിമർശന വിധേയമായതോടെ ഇപ്പോൾ CPM നേതാക്കന്മാർക്കും മിണ്ടാട്ടവുമില്ല ഉരിയാട്ടവുമില്ല എന്ന ആക്ഷേപവുമുണ്ട്. ഏതായാലും രാഷ്ട്രീയ പ്രേരിതമായ കേസാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണയ്ക്കും എക്സാലോജിക്കിനുമെതിരെ നടക്കുന്നതെന്നാണ് CPMന്റെ വിശദീകരണം. നേരത്തെ മാസപ്പടി വിവാദത്തിൽ വീണ വിജയൻ ചെന്നൈ SFIO ഓഫീസിൽ ഹാജരായി എന്ന റിപ്പോർട്ടുമായി പ്രമുഖ മാധ്യമങ്ങൾ രംഗത്ത് വന്നിരുന്നു. അഭിഭാഷകർക്കൊപ്പമെത്തിയ വീണ രാവിലെ 9 മണി മുതൽ 12 മണി വരെ ഓഫീസിൽ ചിലവഴിച്ചതായിരുന്നു റിപ്പോർട്ടുകൾ. അന്വേഷണം റദ്ദാക്കണമെന്ന ആവശ്യം കർണാടക ഹൈക്കോടതി തള്ളിയ സാഹചര്യത്തിൽ SFIO യൂണിറ്റ് മുൻപാകെ വിശദീകരണം നൽകാനാണ് വീണ എത്തിയത് എന്നാണ് കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളുടെ റിപ്പോർട്ട്. എന്നാൽ അന്വേഷണത്തിന് നേതൃത്വം നൽകുന്ന അരുൺ പ്രസാദിനെ വീണ നേരിൽ കണ്ടില്ലെന്നുള്ള വിവരങ്ങളും മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു. ദക്ഷിണേന്ത്യയിൽ ചെന്നൈയിൽ മാത്രമാണ് SFIOയ്ക്ക് ഓഫീസുള്ളത്. ഏതായാലും മാസപ്പടി വിവാദത്തിൽ ചോദ്യങ്ങൾ അവസാനിക്കുന്നേയില്ല. ഇതിനിടയിലാണ് അന്വേഷണം സെക്രട്ടേറിയറ്റിലേക്ക് എന്ന റിപ്പോർട്ടുകളുമായി പ്രമുഖ മാധ്യമങ്ങൾ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. മാത്രമല്ല മുഖ്യമന്ത്രിയോട് പ്രധാനപ്പെട്ട 5 ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് പ്രതിപക്ഷവും രംഗത്ത് വന്നിരുന്നു. CMRL കമ്പനിക്ക് പുറമെ നിരവധി കമ്പനികൾ എക്സാലോജിക്കിലേക്ക് മാസപ്പടി അയച്ചിരുന്നുവെന്നും കമ്പനിയുടെ ബാങ്ക് അക്കൗണ്ടിൽ ഇത് വ്യക്തമാണെന്നുള്ള ആക്ഷേപങ്ങൾ ഉണ്ടായിരുന്നു. ആ സ്ഥാപനങ്ങൾ ഏതൊക്കെയാണെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കാമോ എന്നും VD സതീശൻ അടക്കം ചോദിച്ചിരുന്നു. മാത്രവുമല്ല എക്സാലോജിക്കിന് മാസപ്പടി നൽകിയ ഈ കമ്പനികൾക്ക് സംസ്ഥാന സർക്കാർ എന്തെങ്കിലും നികുതി ഇളവ് നൽകിയോ എന്ന ചോദ്യവും പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചിരുന്നു. CMRL ഉടമസ്ഥതയിലുള്ള എംപവർ ഇന്ത്യ എന്ന കമ്പനിയിൽ നിന്നും എക്സാലോജിക്ക് എടുത്ത ലോണിലെ ഗണ്യമായ തുക കമ്പനിയുടെ അക്കൗണ്ടിൽ വന്നിട്ടില്ല. ആ പൈസ എവിടെ പോയെന്ന് വ്യക്തമാക്കണമെന്നും പ്രതിപക്ഷ നേതാവ് ചോദിച്ചിരുന്നു.